ഫൈൻഡ് ദ സീറോസ് ഓഫ് ദ ഫോളോയിങ് പോളിനോമിയൽ ആൻഡ് വെരിഫൈ ദ റിലേഷൻ ബിറ്റ്വീൻ ദ സീറോസ് ആൻഡ് കോഎഫിഷ്യന്റ്. ഇത് നമുക്കൊരു ടെസ്റ്റിലെ ക്വസ്റ്റ്യൻസ് ആണ്. ഇവിടെ നമ്മളൊരു ക്വസ്റ്റിനകത്ത് നമ്മൾ സീറോസ് ഓഫ് ഈ തന്നിരിക്കുന്ന ക്വാഡ്രാറ്റിക് പോളിനോമിയലിന്റെ സീറോസ് കണ്ടുപിടിക്കണം. അതിനകത്ത് നമ്മൾ എന്താണ് കണ്ടുപിടിക്കുന്നത്? അതിൻ്റെ റിലേഷൻ ബിറ്റ്വീൻ ദ സീറോസ് ആൻഡ് പോളിനോമിയൽ കണ്ടുപിടിക്കണം. അപ്പോൾ ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ നമുക്ക് ആദ്യം തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സീറോസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? എക്സിൻ്റെ വാല്യൂസ് ആണ് അതിൻ്റെ സീറോസ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ നമുക്കറിയാം ഇവിടെ പ്രോഡക്റ്റ് നമുക്ക് -8 നമുക്ക് സം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു -2 തന്നിട്ടുണ്ട്. പ്രോഡക്റ്റ് -8 കിട്ടണമെങ്കിൽ ഏതൊക്കെ നമ്പർ ആയിരിക്കും? 1 × 8 8 വരും. അപ്പോൾ ഇത് കറക്റ്റായിട്ട് -1 × -8 വരും. ഇനി ഇത് തിരിച്ചു വരാൻ പാടില്ലേ മക്കളെ? -8 × 1 വന്നാലും -8 വരും. ഇനി 4 × 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 8. അപ്പം മൈനസ് വന്നെങ്കിൽ ആദ്യം -4 വരും, പിന്നെ 4 × -2 -8 വരും. ഇനി ഇതിനകത്ത് നമുക്ക് നോക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ ഒരു നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫാക്ടേഴ്സ് എല്ലാം എഴുതുക. എഴുതി കഴിഞ്ഞിട്ട് ഇതിനകത്ത് ഏത് നമ്പറുകൾ കൂട്ടുമ്പോഴാണ് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ദാറ്റ് ഈസ് ഈക്വൽ ടു സമ്മ് -2 ആകണമെന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ ഏത് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോഴാണ് സമ്മ് ദാറ്റ് ഈസ് ഈക്വൽ ടു -2 കിട്ടണമെന്ന് നോക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതല്ലേ നോക്കിയേ, -4ഉം +2ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു സമ്മ് -2 കിട്ടും. അപ്പോൾ s² - 2x -8 എന്ന പോളിനോമിയലിൻ്റെ ഫാക്ടേഴ്സ് ആർ ഏതൊക്കെയായിരിക്കും? ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ x - 4 × x - 2 s + 2 = 0 ആയിരിക്കും. x - 4 × s + 2 = 0 ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന രണ്ട് x = -4 കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫാക്ടർ x = 4, s + 2 0 കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എക്സിൻ്റെ വാല്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു -2 വരും. a × b 0 എന്നതിൻ്റെ അർത്ഥം എന്താണ്? a × b = എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു a = 0 ഓർ b = 0 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന x - 4 × s + 2 = 0 ദാറ്റ് ഈസ് x - 4 = 0, x = 4, s + 2 = 0 ദാറ്റ് ഈസ് ഈക്വൽ ടു x = -2. സീറോസ് ഓഫ് ദ പോളിനോമിയൽ x = ആൽഫ കൊടുക്കാം. ആൽഫ = 4 വരും. ദെൻ അനദർ റൂട്ട് 0 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ തന്നേക്കണ സെക്കൻഡ് റൂട്ടിനെ നമുക്ക് ബീറ്റ എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു -2 വരും. അപ്പോൾ ഈ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിൻ്റെ സീറോസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ആൽഫ = 4ഉം ആൻഡ് ബീറ്റ = -2 ആണ്. ഇതാണ് നമുക്ക് സീറോസ് എന്ന് പറഞ്ഞത്. ഇതിനെ നമുക്ക് സം ഓഫ് സീറോസ് കണ്ടുപിടിക്കാം. സം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ആൽഫ + ബീറ്റയാണ്. അപ്പോൾ എപ്പോഴും സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിൻ്റെ സീറോസിന് ആൽഫ എന്നും ബീറ്റ എന്നുമാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ സം എന്ന് പറഞ്ഞാൽ ആൽഫ + ബീറ്റ എത്രയാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 4 - 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 വരും. ഇനി പ്രോഡക്റ്റ് ഓഫ് റൂട്ട് എന്ന് പറഞ്ഞാൽ ആൽഫ × ബീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രോഡക്റ്റ് 4 × -2 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു -8 വരും. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് വൺ സീറോസ് കണ്ടുപിടിക്കുക. സീറോസ് എന്ന് പറഞ്ഞാൽ s² - 2x -8 അതിനെ നമ്മൾ ഫാക്ടർ ചെയ്ത് എക്സിൻ്റെ വാല്യൂ കൊടുക്കുക. അങ്ങനെ കിട്ടുന്ന എക്സിൻ്റെ ഒരു വാല്യൂവിന് നമ്മൾ ആൽഫ എന്നും സെക്കൻഡ് വാല്യൂവിന് നമ്മൾ ബീറ്റ എന്നും കൊടുക്കുക. എന്നിട്ട് നമ്മൾ സമ്മ് കണ്ടുപിടിക്കുക ആൽഫ + ബീറ്റ, പ്രോഡക്റ്റ് കണ്ടുപിടിക്കുക ആൽഫ × ബീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു -8. ഇനി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഒരു ക്വസ്റ്റിനോട് ഉണ്ട് സീറോസ് ഓഫ് എ പോളിനോമിയൽ കണ്ടുപിടിക്കണം. വെരിഫൈ ദ റിലേഷൻ ബിറ്റ്വീൻ ദ സീറോസ് ആൻഡ് കോഎഫിഷ്യൻറ്റും കൂടെ കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് നമുക്ക് എന്താണ്? ഫോർമുല വെച്ചുള്ള ആൽഫ + ബീറ്റ സം ഓഫ് സീറോസും പ്രോഡക്റ്റ് ഓഫ് സീറോസും കണ്ടുപിടിക്കണം. എന്നിട്ട് ഈ രണ്ട് വാല്യൂ ഒന്നാണോന്ന് ചെക്ക് ചെയ്യാം. ഇതാണ് ഈ ക്വസ്റ്റിനകത്ത് വരുന്ന കോൺസെപ്റ്റ്. ഇനി സെക്കൻഡ് പാർട്ട് ക്വസ്റ്റിന് റിലേഷൻ കമ്പയർ ചെയ്യണം. ഇവിടെ നമുക്കറിയാം a എന്ന് പറഞ്ഞാൽ ഏതാ മക്കളെ? 1 ആണ്. b എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു -2 ആണ്. c എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു -8 ആണ്. ആദ്യം റിലേഷൻ കമ്പയർ ചെയ്തിട്ട് സീറോസ് കണ്ടുപിടിക്കാനും കുഴപ്പമൊന്നുമില്ല, ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ a1 b -2 c -8 ആണ്. അങ്ങനെയാണെങ്കിൽ സം ഓഫ് റൂട്ട് ആൽഫ + ബീറ്റ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോർമുല ഏതാ? -b/a. സം ഓഫ് റൂട്ട് ആൽഫ + ബീറ്റ = -b/a. അപ്പോൾ ഇവിടെ -b എന്ന് പറഞ്ഞാൽ -2 വരും, a എന്ന് പറഞ്ഞാൽ 1 വരും. അപ്പോൾ ആൻസർ ഈസ് 2 വരും. അപ്പോൾ നമുക്ക് ആദ്യം കിട്ടിയ സം ഓഫ് റൂട്ടും സെയിം അല്ലേ നോക്കിയേ. ഇനി പ്രോഡക്റ്റ് ഓഫ് റൂട്ട് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ആൽഫ × ബീറ്റ. അത് നമുക്കെന്ന് പറഞ്ഞാൽ ഫോർമുല എന്താ? c/a. ദാറ്റ് ഈസ് ഈക്വൽ ടു c എന്ന് പറഞ്ഞാൽ -8 കോൺസ്റ്റന്റ് ടൈം ഡിവൈഡഡ് ബൈ a എന്ന് പറഞ്ഞാൽ 1. അപ്പോൾ നമ്മുടെ ആൻസർ ഈസ് -8 വരും. അപ്പോൾ നമുക്ക് ആദ്യം കിട്ടിയ സം എന്ന് പറഞ്ഞാൽ 2 തന്നെയാണ്, പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ -8 ആണ്. ഈ രണ്ട് വാല്യൂസും ഇത് രണ്ട് രീതിയിൽ ചെയ്ത് കഴിയുമ്പോഴും നമുക്ക് കിട്ടുന്ന ആൻസറുകൾ രണ്ടും എന്താണ്? സെയിം ആണ്.
10th CBSE കുട്ടികൾക്കായിട്ടുള്ള നെക്സ്റ്റ് ഇയർ ക്ലാസ്സുകൾ ക്ലാസ് ഓറയിൽ ഓൺലൈനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഡെയിലി ഹാഫ് അവർ ക്ലാസ്സുകളും എക്സാംസും എല്ലാം ഉൾപ്പെടെ മന്ത്ലി 500 റുപ്പീസ് ആണ് വരുന്നത്. താല്പര്യമുള്ള കുട്ടികൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.